നമ്മൾ ജെനറ്റിക്സ് എന്നുള്ള ടോപ്പിക്കിലെ ഒരു പോഡ്കാസ്റ്റ് സീരീസിൻ്റെ 3rd എപ്പിസോഡിലാണ് നിൽക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ റോഷനാണ്. ഡോക്ടർ, ഒരു ജനിതകമായ അസുഖമുണ്ട് അല്ലെങ്കിൽ ഒരു ജനറ്റിക് ഡിസീസ് ഉണ്ട് എന്ന് ഡോക്ടർ ഒരു രോഗിയോട് പറയേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു അച്ഛനമ്മമാരോട് കുട്ടിയെപ്പറ്റി പറയേണ്ടി വന്നു കഴിഞ്ഞാലോ, എപ്പോഴും ഒരു സാഡായിട്ടുള്ളൊരു ഫേസും, പലപ്പോഴും ഡോക്ടർ പറഞ്ഞതുപോലെ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതായി പോകുന്നത് കാരണം ഒരു സാഡായിട്ടുള്ള എൻഡിങ്ങുമാണ് പലപ്പോഴും ഡോക്ടർ കാണാറുള്ളതെന്ന് തോന്നുന്നു. സാഡ് സ്റ്റോറീസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും സാഡ് സ്റ്റോറി പറയാൻ കേൾക്കണമെന്ന് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. തിരിച്ചൊരു സക്സസ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഡിസീസ് അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള ടെസ്റ്റിൽ നിന്ന് വന്ന ഒരു ഹാപ്പി എൻഡിങ് ഉള്ളൊരു സ്റ്റോറി ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമുക്കിപ്പം ഒരു ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ് നിങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞ് നടത്തുന്നതിൽ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമുക്കും ഇങ്ങനെ ഒരു സക്സസ് സ്റ്റോറീസാണ് നമ്മളെയും എല്ലാം മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്കൊരു കപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ബേബി, ഒരു ഫാമിലിക്കകത്തുള്ള മാരേജ്, കസിൻസോ അല്ലെങ്കിൽ അങ്കിൾ നീസ് മാരേജ് എന്തോ ആയിരുന്നു, ഫാമിലിക്കകത്തുള്ള മാരേജാണ്. അവർക്ക് ഫസ്റ്റ് ബേബി ഒരു ഗേൾ ബേബി ആയിരുന്നു. ജനിച്ചപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു 6 months ആയപ്പോഴേക്കും വീണ്ടും ന്യൂമോണിയാസ് എല്ലാം അവർക്ക് ബേബിക്ക് വരാൻ തുടങ്ങിയത്. എന്നിട്ട് ഒരു 7-8 months ആയപ്പോഴേക്കും ബേബി എക്സ്പയർ ആയിരുന്നു. അപ്പം ആ സമയത്ത് ട്രീറ്റ് ചെയ്തിരുന്ന അവരുടെ ലോക്കൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇത് ജനറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ ആകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ടിയുള്ള ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കുട്ടി എക്സ്പയർ ആയല്ലേ? അതെ, ഒരു 8 months ആയപ്പോഴേക്കും എക്സ്പയർ ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നത് ഒരു നെക്സ്റ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ജനറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് വീണ്ടും വന്നേക്കാമെന്ന് നേരത്തെയുള്ള ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ എൻ്റെ സൈഡിൽ അല്ലെങ്കിൽ നമ്മൾ ജനറ്റിസിസ്റ്റ് എന്ന രീതിക്ക് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ആർക്കാണോ അസുഖം വന്നിട്ടുള്ളത് അവരുടെ ടെസ്റ്റിംഗ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മൾ ഫസ്റ്റ് ബേബിക്കായിരുന്നു ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ആ ടെസ്റ്റിൽ ഏത് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഏത് ജീനിൽ ഏത് വേരിയേഷൻ ആണോ എന്നനുസരിച്ചിരിക്കും ഇപ്രാവശ്യം ഫ്യൂച്ചർ പ്രഗ്നൻസീസിലും നമ്മൾ ആ വേരിയേഷൻ വീണ്ടും ബേബിക്ക് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതായത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഒരു മ്യൂട്ടേഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് ഇപ്പം കൺസീവ് ആയതിനു ശേഷം ഒരു 3rd month നമ്മൾ വയറിൽ നീഡിലിടുന്നു. എന്നിട്ട് ബേബിയുടെ അറൗണ്ടുള്ള ഫ്ലൂയിഡ് അതിനെ നമ്മൾ എടുത്തിട്ട് അതിൽ ബേബിയുടെ DNA കാണും. അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ബേബിക്ക് ഈ ജനറ്റിക് അസുഖം വീണ്ടും വരുന്നുണ്ടോ, ഇതാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. പക്ഷേ ഇതിൽ മെയിനായിട്ട് വേണ്ടത് ആ ഫസ്റ്റ് ബേബിയുടെ ഡയഗ്നോസിസ് ആണ്. അല്ലെങ്കിൽ ആ ഫസ്റ്റ് ബേബിക്ക് ഏത് മ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയണം. അതറിയാതെ ഈ കേസിൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നതിന് മുമ്പേ തന്നെ ആ ബേബി എക്സ്പയർ അപ്പം നമ്മൾക്ക് ആ ബേബിയുടെ ഇത് എന്തായിരുന്നു എന്നറിയാനുള്ള നിവൃത്തിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ആ ബേബിയുടെ സാമ്പിളില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നിരിക്കുകയായിരുന്നു. അതായത് നമുക്ക് വേറെ 2-3 രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം. പേരൻസിൻ്റെ ടെസ്റ്റിങ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തും നമുക്ക് ഈ റിസൾട്ട് എത്താം. പക്ഷേ അത് വളരെ എക്സ്പെൻസീവ് ടെസ്റ്റാണ്. അവർ അത്ര അഫോർഡിങ് ആയിട്ടുള്ള ഒരു കപ്പിളും അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ബേബീൻ്റെ നമ്മൾ സാമ്പിൾസിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് ചില ഫാമിലീസ് നമ്മൾ ഈ പൊക്കിൾക്കൊടി വീണ് പോകുമ്പോൾ എടുത്ത് വച്ചേക്കുന്ന ഒരു പതിവാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഇങ്ങനെ കാണാറുള്ളത് കൊണ്ട് അവിടുത്തെ ഞാൻ ചോദിക്കുകയുണ്ടായി, അതായത് ഇങ്ങനെ പൊക്കിൾക്കൊടി എന്തെങ്കിലും വച്ചിട്ടുണ്ടോ. അപ്പോഴാണ് അവർ ആക്ച്വലി വച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ സർപ്രൈസിങ് ആയിരുന്നു. അപ്പം അവർ അടുത്ത ദിവസം ഒരു പേപ്പറിൽ പൊതുവെ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫുള്ള് സ്ട്രിവലായിരിക്കുന്ന ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ്. അതെ, കുറേ കാലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് DNA കിട്ടുമെന്ന് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് എടുക്കുകയും അതിനെ നമ്മൾ സാമ്പിളിന് അയച്ചു. 1-2 വട്ടം അതിൻ്റെ DNA ക്വാളിറ്റി കുറവാണെങ്കിലും ഫൈനലി നമുക്ക് DNA എക്സ്ട്രാക്ട് ചെയ്യാനും പറ്റി. അതിന് നമ്മൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്തു. ആ ഫസ്റ്റ് ബേബിയിൽ എന്തായിരുന്നു മ്യൂട്ടേഷൻ കണ്ടുപിടിക്കാനും പറ്റി. അത് കഴിഞ്ഞിട്ട് അവർ കൺസീവ് ചെയ്തു. എന്നിട്ടൊരു 3rd month നമ്മൾ വയറിൽ നീഡിലിട്ടിട്ട് ആംനിയോസിൻറ്റസിസ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തു. ബേബിക്ക് ഈ സെയിം ഇഷ്യൂ വീണ്ടും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. പക്ഷേ നോർമലായിരുന്നു. ഫോർച്യുനേറ്റ്ലി ആ ബേബി നോർമലായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഇപ്പോൾ നോർമലായിട്ടിരിക്കും. അപ്പോൾ ഹാപ്പി എൻഡിങ് ഉള്ള സ്റ്റോറീസിലും ജനറ്റിക് ഡിസീസുകളുണ്ട്. അതെ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോറീസ് വരാറുണ്ട്. ഇങ്ങനത്തെ സ്റ്റോറീസ് കൂടുതൽ വരാനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ സംസാരിച്ച് പോയതിനിടയ്ക്ക് ഇങ്ങനെ സൂചിപ്പിച്ചു, തൊട്ട് മുമ്പ് പറഞ്ഞ കപ്പിൾസ് ബന്ധുക്കളായിരുന്നു എന്നുള്ളത് സംസാരിച്ചു. അപ്പോൾ ഈ ബന്ധുക്കളുടെ ഇടയ്ക്കുള്ള മാരേജസ് ഒക്കെ ഇപ്പോഴും പ്രിവലൻ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ശരിക്കും ഉണ്ട്. അപ്പോൾ ഈ ബന്ധുക്കളുടെ ഇടയ്ക്കുള്ള അല്ലെങ്കിൽ സോ കോൾഡ് കൺസാങ്കുനസ് മാരേജ് എന്ന് പറയുന്നതും ജനറ്റിക് ഡിസീസസും തമ്മിലുള്ള ഒരു അസോസിയേഷൻ, അല്ലെങ്കിൽ ബന്ധുക്കളെ കല്യാണം കഴിക്കുന്ന കാരണം ജനറ്റിക് ഡിസീസ് വരാനുള്ള റിസ്ക് കൂടുതലാണ്. അതിനെപ്പറ്റി ഒരു ബ്രീഫ് ചെയ്യാം. അതെ, കൂടുതലാണ്. അപ്പോൾ ഒരു കൺസാങ്കുനസ് കപ്പിൾ, അതായത് ഒരു ഫാമിലിക്ക് അകത്തുനിന്ന് തന്നെ മാരേജ് ചെയ്യുന്ന കപ്പിൾസിൽ 5 to 6%
ഇങ്ങനത്തെ ഉള്ള ഒരു 100 പേര് അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 5-6 പേർക്ക് ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലം ഉള്ള ബേബീസ് ഉണ്ടാകും. അതാണ് കണക്കുകൾ. കൺസാങ്ക്വിനിറ്റി എന്ന് പറയുന്ന സംഭവം കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക്. അപ്പോൾ ആ ഒരു കൺസാങ്ക്വിനിറ്റി എന്താണെന്നൊന്നും അതും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കൺസാങ്ക്വിനിറ്റി എന്ന് പറയുന്നത്, അതായത് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഫാമിലിക്ക് അകത്തുനിന്ന് തന്നെയുള്ള മാരേജ്. അതായത് നമ്മൾ യൂഷ്വലി കാണുന്നത് ഫസ്റ്റ് കസിൻസോ അല്ലെങ്കിൽ സെക്കൻഡ് കസിൻസോ തമ്മിലുള്ള മാരേജ്, പിന്നെ നീസും അങ്കിളുമായിട്ടുള്ള മാരേജസ് നമ്മൾ കാണാറുണ്ട്. എല്ലാ പ്രാവശ്യവും ഇത്ര ക്ലോസ് റിലേഷൻ ആയിരിക്കണം എന്നില്ല, കുറച്ച് ഡിസ്റ്റൻറ്റ് റിലേഷൻ ആണെങ്കിലും നമ്മൾക്ക് കൺസാങ്ക്വിനിറ്റി പറയാൻ പറ്റും. അതായത് നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു 3rd ജനറേഷന് മുമ്പ് വരെയെങ്കിലും ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടായിരിക്കണം. അതായത് ഒരു 3 തലമുറകൾ മുന്നേക്ക് പോകുമ്പോഴേക്കും 2 കൂട്ടർക്കും ഒരു ആൻസെസ്റ്റർ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത്. അപ്പോൾ അത്രയും അല്ല, അതിനേക്കാളും കൂടുതലുള്ള റിലേഷൻ ആണെങ്കിലും നമുക്ക് അത് ജനറ്റിക്കിൻ്റെ റിസ്ക് കൂടുതലാണ്. പക്ഷേ ഇത്രയധികം റിസ്ക് അല്ല. ഇപ്പോൾ ഒരേ കമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ ക്ലോസ് റിലേഷൻ ഇല്ല, പക്ഷേ ഒരേ കമ്മ്യൂണിറ്റിക്ക് അകത്തുനിന്നാണ് മാരേജ്, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസ്ക് കൂടാം. പക്ഷേ നോട്ട് ആസ് മച്ച് ആസ് കൺസാങ്ക്വിനിറ്റി. അങ്ങനെ അതിന് വരുന്ന കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരാൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ശബരി എടുക്കുകയാണെങ്കിൽ, ആരെ എടുക്കുകയാണെങ്കിലും നമുക്കൊരു 5-6 അസുഖങ്ങളുടെ ഹാഫ് മ്യൂട്ടേഷൻസ് കാണും. ഹാഫ് മ്യൂട്ടേഷൻസ് അസുഖം ഉണ്ടാക്കത്തില്ല, ഫുൾ മ്യൂട്ടേഷൻസ് മാത്രമേ അസുഖം ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ആരെ എടുത്താലും ഒരു 5-6 അസുഖങ്ങളുടെ ഹാഫ് മ്യൂട്ടേഷൻ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു അസുഖം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മൾക്കിപ്പം അത് ഒരു 6000-7000 അസുഖങ്ങളുണ്ട്, അതിലൊരു 5-6 അസുഖങ്ങളുടെ ഹാഫ് മ്യൂട്ടേഷൻ എനിക്കുണ്ട്. ഇപ്പം ഞാനൊരാളെ കല്യാണം കഴിക്കുന്നു, പുള്ളിക്കാരിക്ക് ഒരു 5-6 അസുഖങ്ങളുടെ ഹാഫ് മ്യൂട്ടേഷനുണ്ട്. പക്ഷേ ഈ 6000-8000 അസുഖങ്ങളിൽ എൻ്റെ 6 അസുഖങ്ങൾ വേറെ ആയിരിക്കും, പുള്ളിക്കാരുടെ അസുഖങ്ങൾ വേറെ ആയിരിക്കും. അപ്പം റിലേറ്റീവ്സ് അല്ലാതിരിക്കുന്നത് നോർമലായിട്ടുള്ള റിലേഷൻ അല്ലാത്ത ഒരു കല്യാണത്തിൽ അങ്ങനെ വേറെ ആയിരിക്കും. അപ്പോൾ ബേബിക്ക് ഒരിക്കലും ഒരേ അസുഖത്തിൻ്റെ ഫുൾ മ്യൂട്ടേഷൻ കിട്ടില്ല, വളരെ കുറവാണ്. അതിപ്പം എൻ്റെ നിന്ന് ഒരു 3 അസുഖങ്ങളുടെ ഹാഫ് മ്യൂട്ടേഷൻ ബേബിക്ക് പോകുന്നു, വൈഫിൽ നിന്ന് പോകുന്നു, അങ്ങനെ വരില്ല. പക്ഷേ റിലേഷൻഷിപ്പിൽ മാരി ചെയ്യുമ്പോൾ എനിക്കുള്ള ഈ 6 അസുഖങ്ങൾ ഹാഫ് മ്യൂട്ടേഷനും വൈഫിനുള്ള ഹാഫ് മ്യൂട്ടേഷനും സെയിം ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ 1-2 അസുഖങ്ങളുടെ ഹാഫ് മ്യൂട്ടേഷൻ എനിക്കുള്ള സെയിം ഹാഫ് മ്യൂട്ടേഷൻ ആയിരിക്കും വൈഫിനും ഉണ്ടാവും. ബേബിയിലേക്ക് വരുന്ന കഴിയുമ്പോൾ ബേബിക്ക് ഫുൾ മ്യൂട്ടേഷൻ ഉണ്ടാകുകയും ബേബിക്ക് അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും ഇല്ല, കാരണം വളരെ കോമൺ ആണ് നമ്മളുടെ ഈ പാർട്സ് ഓഫ് ഇന്ത്യയിൽ വളരെ കോമൺ ആണ് കൺസാങ്ക്വിനറ്റ് മാരേജ്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ വരണം എന്നില്ല, 5-6% ആണ് അതിൻ്റെ സാധ്യത കൂടുതലാണെന്നുള്ളൊരു സംഭവം. അതെ. ഡോക്ടർ, ജനറ്റിക് ഡിസീസസ് എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് പല അസുഖങ്ങൾക്കും ഇല്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈഫ് ലോങ് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആവാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഈ ജനറ്റിക് ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും മെഷേഴ്സ് ഉണ്ടോ? അതായത് ഇപ്പോൾ പ്രഗ്നൻസിയിൽ വെച്ച് തന്നെ അത് കണ്ടുപിടിച്ച് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരു ഡിസീസ് ഉണ്ടാവാതിരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ? അതെ. അപ്പോൾ ഇത് 2-3 രീതിയിലാണ് വരുന്നത്. ഒന്ന്, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫാമിലിയിൽ ജനറ്റിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉള്ള ഒരു ബേബിയോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവോ ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ആ കേസ് പോലെ തന്നെ, ഇപ്പോൾ ആർക്കാണോ ഈ ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലം, അത് ഏത് മ്യൂട്ടേഷനാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ബേബി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് 3rd മന്തിൽ ബേബിയിൽ, അൺബോൺ ആയിട്ടുള്ള ബേബിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഈ അസുഖം വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. വരികയാണെങ്കിൽ അഗെയിൻ ട്രീറ്റ്മെൻറ്റ് ഇല്ല, നമുക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ഡിസൈഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ, ട്രീറ്റ്മെൻ്റ് ആയിട്ടില്ല. പക്ഷേ അങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള ഒരു ബേബി ബോൺ ആവാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരെണ്ണം. രണ്ടാമത്തത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കൺസാങ്ക്വിനസ് കപ്പിൾ, അതായത് ഫാമിലിക്കായിട്ടുള്ള അകത്തുള്ള മാരേജ് ചെയ്തവർ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലി പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഇപ്പം വരുന്നുണ്ട്. അതായത് ദേ ആർ എഡ്യൂക്കേറ്റഡ്, അവർക്കറിയാം നമ്മൾ ഫാമിലിക്കകത്താണ് മാരേജസ്, നമ്മളുടെ ഓഫ്സ്പ്രിങ്സിന് ഇങ്ങനെ ഇഷ്യൂസ് വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്ന കപ്പിൾസ് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാരിയർ സ്ക്രീനിങ്, അതായത് ഈ ഹാഫ് മ്യൂട്ടേഷൻസ് നമ്മൾ 2 പേരിലേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഹാഫ് മ്യൂട്ടേഷൻ ആർക്കെങ്കിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂ ബേബിക്ക് വരാമെന്ന് മനസ്സിലാക്കുകയും അഗെയിൻ 3rd മന്തിൽ നമ്മൾ കൺസീവ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്തിട്ട് ഫുൾ മ്യൂട്ടേഷൻ ബേബിക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇതൊന്ന്. മൂന്നാമത്തത് യൂണിവേഴ്സൽ സ്ക്രീനിങ്, അതായത് കോമൺ ആയിട്ടുള്ള പല ജനറ്റിക് അസുഖങ്ങളും ഉണ്ട്. അതായത് ഡൗൺ സിൻഡ്രോം, അതൊക്കെ ചിലപ്പോൾ കേട്ടുണ്ടായിരിക്കും. അതുപോലത്തെ ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് അതുപോലെ തന്നെ ഒരുപാട് കോമൺ ആയിട്ടുള്ള ചില ജനറ്റിക്
കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ എല്ലാ പ്രഗ്നൻസിയും, ഇപ്പം ഇന്ത്യയിൽ അല്ല വേൾഡ് വൈഡ് ആണെങ്കിലും എല്ലാ പ്രഗ്നൻസിയും നമ്മൾ റുട്ടീനായിട്ട് ഈ കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസിന് 2 ടെസ്റ്റ്, ഒന്ന് ബ്ലഡ് ടെസ്റ്റ്, ഒരു 3rd മന്തും ഒരു 5th മന്തിനുള്ള ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ അൾട്രാസൗണ്ട്, അതും 3rd മന്തും 5th മന്തിലുള്ള അൾട്രാസൗണ്ടിലും നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള ജനറ്റിക് കണ്ടീഷൻസ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അതായത് 11 മുതൽ 14 ആഴ്ചയ്ക്കുള്ളിൽ ചെയ്യുന്ന അൾട്രാസൗണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് ടെസ്റ്റുകളും അല്ലേ? കറക്റ്റ്. അതിൻ്റെ അകത്ത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല എന്തായാലും ബേബിക്ക് ഇഷ്യൂ ഉണ്ടെന്നോ ഇല്ലയോ എന്ന്. പക്ഷേ ഹൈ റിസ്ക് ആയിട്ടുള്ള ബേബീസിന് പിക്ക് ചെയ്യാൻ പറ്റും, റിസ്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതെ. അപ്പം ഈ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും ഈ അൾട്രാസൗണ്ട് ടെസ്റ്റ് ചെയ്യുകയും അതിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള ബേബീസിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഫർദർ ടെസ്റ്റിംഗ്, മോസ്റ്റ്ലി ആംനിയോസെൻസിസ് അല്ലെങ്കിൽ NIPT എന്ന് പറയുന്ന 2-3 ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ട് ബേബിക്ക് ശരിക്കും ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അഗെയിൻ കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റും. ഇങ്ങനെയാണ് 2-3 രീതിയിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഡോക്ടർ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത എന്ന് പറഞ്ഞ സംഭവം ഒരുപാട് കൂടി വരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം കേൾക്കാറുണ്ട്. പല റീസൺസ് ഉണ്ടാവാം. അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ഡിഫറൻസസോ അല്ലെങ്കിൽ നമ്മുടെ മാരേജ് ഏജ് മാറിപ്പോയതോ അല്ലെങ്കിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിന് ജനറ്റിക് എന്ന് പറഞ്ഞ ഒരു റീസൺ ഉണ്ടോ? അതെ, തീർച്ചയായും ഉണ്ട്. ശബരി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇൻഫെർട്ടിലിറ്റിക്ക്. അഗെയിൻ പല കണ്ടീഷൻസ് പോലെ തന്നെ കോമൺ അല്ല, ഇതെല്ലാം റെയർ ആയിട്ടാണ് ഇൻഫെർട്ടിലിറ്റിക്ക് ജനറ്റിക് ആയിട്ടുള്ള കോസ് വരുന്നത്. അഗെയിൻ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് നമുക്ക് ഒരുപാട് കേസസ് നമുക്ക് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ബാക്കി നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതെല്ലാം നോർമലാണ്, പക്ഷേ നമുക്ക് എന്താണ് കാരണം എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ കണ്ടീഷൻസിനെല്ലാം നമുക്ക് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാറുണ്ട്. മെയിൽ ഫാക്ടേഴ്സും ഉണ്ട്, ഫീമെയിൽ ഫാക്ടേഴ്സും ഉണ്ട്. നമ്മളൊരു കാരിയോടൈപ്പ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, മൈക്രോ ഡിലീഷൻ, പിന്നെ ഒരു എക്സോം എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, ഫീമെയിൽസിന് സെപ്പറേറ്റ് FMR എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചില ജീൻസിലെ ഈ മ്യൂട്ടേഷൻസ് കാരണം വേറെ ഔട്ട്വേർഡായിട്ട് വേറെ ഒരു ഇഷ്യൂസും കാണത്തില്ല, ജസ്റ്റ് ഇൻഫെർട്ടിലിറ്റി ആയിട്ടായിരിക്കും ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അവർക്ക് ആ ടെസ്റ്റ് ചെക്ക് ചെയ്യും, അവരിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. യൂഷ്വലി ഇങ്ങനത്തെ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ഇൻഫെർട്ടിലിറ്റിയിൽ നമുക്ക് IVFന് ഗുഡ് ഔട്ട്കം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാറില്ല. ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ഇൻഫെർട്ടിലിറ്റി എപ്പോൾ വന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാറുണ്ട് എന്തെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടോ. അപ്പോൾ ഈ വന്ധ്യത ജനറ്റിക് റീസൺസ് കാരണം വരാം എന്നുള്ളത് പറഞ്ഞതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യം, സ്ഥിരമായിട്ട് കാണുന്നൊരു സംഭവമാണ് റിക്കറൻ്റ് ആയിട്ടുള്ള അബോർഷൻസ്. അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാതെ തന്നെ ചിലപ്പോൾ ആദ്യത്തെ 3 മാസത്തിലാവും, അല്ലെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ 3 മാസത്തിന് ശേഷമാവും വീണ്ടും അബോർഷൻസ് ഉണ്ടാകുന്ന കണ്ടീഷൻസ് ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിന് ജനറ്റിക് ആയിട്ടുള്ള കോസസ് ആണോ? വരാം, വളരെ കോമൺ ആയിട്ട് വരാം. അതായത് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ നിന്ന് ഒരുപാട് റെഫറൽസ് നമുക്ക് വരാറുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പല കണ്ടീഷൻസ് പോലെയും ഇൻഫെർട്ടിലിറ്റിൻ്റെ ഒരു റെയർ കോസാണ് നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് വരുന്നത്. അതായത് അവിടെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോകുന്ന പലർക്കും നമ്മൾ നോർമൽ കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയും അതെല്ലാം നോർമലായിട്ട് എന്നിട്ടും അൺഎക്സ്പ്ലെയിൻഡ് എന്താണ് കാരണം എന്നറിയാത്ത കണ്ടീഷൻസിൽ നമ്മൾ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ടോ എന്ന് നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അബോർഷൻ ആവുന്ന സാമ്പിൾസ് ഇപ്പോൾ ഒരു 100 സാമ്പിൾ നമ്മളെടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ 10-60ഓളം നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അത്രയും വലിയ നമ്പർ ഉണ്ടല്ലേ? അതെ, വളരെ കോമൺ ആണ്. അപ്പം ഇത് ഞാൻ പറയുന്നത് വീണ്ടും അബോർഷനുള്ള കേസസ് അല്ല, ഒരു സിംഗിൾ ആണെങ്കിൽ എത്ര അബോർഷൻ ആയിട്ടുള്ള സാമ്പിൾ ആണെങ്കിലും ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 60% ജനറ്റിക് ആയിട്ടുള്ള കോസസ് ആണ് വരുന്നത്. ഇത് ഫസ്റ്റ് ട്രൈമിസ്റ്റർ അബോർഷൻ, അതായത് ഒരു 3 മാസത്തിൻ്റെ അകത്ത് സംഭവിക്കുന്ന അബോർഷൻസിനാണ് ഈ ഒരിത് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ജനറ്റിക് കണ്ടീഷൻസും ഇൻഹെറിറ്റഡ് അല്ല. അതായത് ജീനുകളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ജനറ്റിക്കായിട്ട് പറയാം. എന്നാൽ ഇൻഹെറിറ്റഡ് എന്ന് പറയുന്നത് പേരൻസിൽ നിന്ന് വരുന്ന ജനറ്റിക് പ്രോബ്ലം, അതാണ് വീണ്ടും വരുന്നത്. അപ്പോൾ വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് 2-3 ടെസ്റ്റുകളുണ്ട്. ഒന്ന് കപ്പിളിൻ്റെ തന്നെ നമുക്ക് കാരിയോടൈപ്പ് എന്ന് പറയുന്ന ടെസ്റ്റ് നോക്കാം, അല്ലെങ്കിൽ അബോർഷൻ ആവുന്ന ആ സാമ്പിളിനെ എടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ടെസ്റ്റ് ഉണ്ട്, ഹൈ റെസൊല്യൂഷൻ ടെസ്റ്റ് എന്ന് പറയും. അത് നമ്മൾ ചെയ്തിട്ട് ജനറ്റിക് ആയിട്ടുള്ള കാരണം കൊണ്ടാണോ ഇത് വീണ്ടും വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ അബോർഷൻ ആവുന്ന സാമ്പിളിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ജനറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് പിക്ക് ചെയ്യാറുണ്ട്, പക്ഷേ അത് വീണ്ടും റിക്കർ ചെയ്യാത്ത ടൈപ്പാണ് കോമൺലി നമ്മൾ പിക്ക് ആവുന്നത്. പക്ഷേ ചെറിയ ഒരു ശതമാനം കേസസിലെങ്കിലും വീണ്ടും റിക്കർ ചെയ്യുന്ന
വരുന്ന ടൈപ്പ് നമുക്ക് ജനറ്റിക് കണ്ടീഷൻസ് കിട്ടാറുണ്ട്. ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ജനറ്റിക് അല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ യൂഷ്വലി നമുക്ക് സ്പോണ്ടേനിയസ് കൺസെപ്ഷൻ, അതായത് നോർമലായിട്ടുള്ള കൺസെപ്ഷനിലൂടെ പ്രഗ്നൻസി യൂഷ്വലി ലഭിക്കാറുണ്ട്. പക്ഷേ ഈ നമ്മൾ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് അത് ജനറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പേരൻസിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ കോമൺ ആയിട്ടുള്ള ക്രോമസോമൽ ഇംബാലൻസ് എന്ന് പറയും. അങ്ങനത്തെ കണ്ടീഷൻസിലാണെങ്കിൽ നോർമൽ കൺസെപ്ഷൻസിൽ ബേബി കിട്ടുക ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കണ്ടീഷൻസിൽ യൂഷ്വലി IVF നമുക്ക് ചൂസ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അഗെയിൻ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ഇത് അത്ര കോമൺ അല്ല. നമ്മളിപ്പം അബോർഷൻ ആവുന്ന സാമ്പിളിൽ ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ കൂടിയും അത് വീണ്ടും വീണ്ടും വരുന്ന ടൈപ്പ് റെയറാണ്. ഓക്കെ ഡോക്ടർ, ജനറ്റിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് അങ്ങനെ ഒരിക്കലും എൻഡ് ചെയ്യാതെ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാരണം നമുക്ക് ഈ ഒരു അധ്യായം നമുക്ക് ഇവിടെ വൈൻഡ് ചെയ്യാം. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം.